നമസ്കാരം. കൂത്താട്ടുള്ള മിഷനിലേക്ക് സ്വാഗതം. ഇലഞ്ഞി മണ്ണും മനുഷ്യനും ജീവിതവും സന്തുലിതമാക്കുന്ന ജൈവ പ്രക്രിയയാണ് കൃഷി. കൃഷിയെ സ്നേഹിക്കുന്ന, കൃഷി ജീവിതം ശ്രേഷ്ഠമായി കാണുന്ന യുവാവ് മോനു വർഗീസ് മാമന് സമൂഹത്തിന് മാതൃകയാണെന്നും മോനുവിനെ പോലെ യുവാക്കൾ മുന്നോട്ട് വരണമെന്നും ആധുനിക കൃഷിരംഗത്തെ മനസ്സിലാക്കി നാടിന്റെ കൃഷിരംഗത്തെ പിടിച്ചു നിർത്തണമെന്നും മൂവാറ്റുപുഴ മലങ്കര കത്തോലിക്ക രൂപതയുടെ ബിഷപ്പ് യുഹാനോൻ മോർ തിയോഡോഷ്യസ്. ഈ വർഷത്തെ 2 സംസ്ഥാന കൃഷി പുരസ്കാരങ്ങൾ, കർഷകശ്രീ അടക്കം അംഗീകാരങ്ങൾ നേടിയ മോനുവിന്റെ കൃഷിയിടം ബിഷപ്പ് സന്ദർശിച്ചു. മോനുവിന്റെ എല്ലാ കൃഷികളും ഫാമുകളും മേൽപ്പാടവും അദ്ദേഹം സന്ദർശിച്ചു. കൃഷിയെ ഇഷ്ടപ്പെടുന്നവർക്ക് ആധുനിക കൃഷിയുടെ ഒരു പാഠപുസ്തകമാണ് മോനുവിന്റെ കൃഷിയിടമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇലഞ്ഞി കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് ജോണി അരിക്കാട്ടിൽ, പിറവം MSMITI ഡയറക്ടർ ഫാദർ ഡോക്ടർ ബേബി നടത്തിക്കുന്നത്, ഗ്രാമപഞ്ചായത്ത് അംഗം MB ജോസഫ്, ഇലഞ്ഞി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ തുടങ്ങിയവരും ബിഷപ്പിനോടൊപ്പം മോനുവിന്റെ കൃഷിയിടം സന്ദർശിച്ചു. മോനുവിനെയും കുടുംബത്തെയും അനുമോദിക്കുകയും ഷാൾ അണിയിച്ച് ആദരിക്കുകയും ചെയ്തു. മോനുവിന്റെ ഫാമിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളായ കുക്കീസും ഐസ്ക്രീമും രുചിച്ച് സന്ദർശനം. എല്ലാവർക്കും നമസ്കാരമുണ്ട്. വലിയ ആത്മാഭിമാനത്തോടും അതിലുപരി സന്തോഷത്തോടും കൂടിയാണ് ഞാനിവിടെ നിൽക്കുക. എൻ്റെ കൂടെ ബഹുമാന്യനായ ബേബി മടത്തിക്കുന്നൽ അച്ഛനുമുണ്ട്. ഇന്ന് മോനു വർഗീസിൻ്റെ ഫാം എല്ലാം ഞങ്ങൾ 1 മണിക്കൂർ കൊണ്ട് ചുറ്റി നടന്ന് കാണുകയായിരുന്നു. ശാസ്ത്രീയമായിട്ട് ലാഭകരമായിട്ട് എങ്ങനെ കാര്യങ്ങൾ ചെയ്യാമെന്ന് മോനുവിന് നന്നായിട്ടറിയാം. അതിൽ നിന്നൊരു കാര്യം എനിക്ക് മനസ്സിലായി, കൃഷിക്ക് ഇത് ലാഭകരമാകണമെങ്കിൽ, മറ്റുള്ളവർക്ക് അനുഗ്രഹമാകണമെങ്കിൽ അതിന് നമ്മുടെ മനസ്സും അതുപോലെ ബുദ്ധിയും ഉപയോഗിക്കണം. എഞ്ചിനീയറിംഗ് പഠിച്ചതുകൊണ്ട് ആ മേഖലയും കൃഷി മേഖലയിലേക്ക് ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. കോഴി ഫാം കണ്ടു, കൗ ഫാം കണ്ടു, നെൽപ്പാടങ്ങൾ കണ്ടു, കൊക്കോയുടെ കൃഷി കണ്ടു, വാഴപ്പാടങ്ങൾ കണ്ടു. അതുപോലെ ഇതിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ഐസ്ക്രീം, പലഹാരങ്ങൾ, ബേക്കറി ഐറ്റംസ് ഇതൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു സമ്പന്നതയാണ്. ഇത് പലരും തിരിച്ചറിഞ്ഞിട്ടില്ല. ഇത് തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ഈ കേരളം സത്യത്തിൽ ഏദൻ തോട്ടം തന്നെയാണ്. വളരെ സന്തോഷമുണ്ട്. എൻ്റെ ഈ കൊച്ചു ഫാമിലേക്ക് പിതാവ് എൻ്റെ ഫാമും എന്നെയും കാണാനായിട്ട് വന്നു. ഞാനൊരു വളരെ ചെറിയ കർഷകനാണ്. അപ്പം കൃഷിയെ എന്തുമാത്രം പിതാവ് സ്നേഹിക്കുന്നു എന്നുള്ളത്, പിതാവിൻ്റെ അത്രമാത്രം തിരക്കുകളെല്ലാം മാറ്റിവെച്ച് പിതാവ് ഇവിടെ വരുന്നുണ്ടെങ്കിൽ പിതാവ് അത്രമാത്രം കൃഷിയെയും കൃഷിക്കാരെയും സ്നേഹിക്കുന്നു എന്നാണ് അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്.
ഏകദേശം ഒരു 1.5 മണിക്കൂറോളം ഇപ്പോൾ പിതാവ് എൻ്റെ കൂട്ടത്തിൽ ഈ ഫാമിൽ ഉണ്ടായിരുന്നു. ഫാമിൽ പല സ്ഥലങ്ങളിലൂടെയും അത് ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് ചോദിച്ചു മനസ്സിലാക്കി, ഇതൊക്കെ എങ്ങനെയാണ് ഓരോ കൃഷികൾ ചെയ്യുന്നതെന്നും അതിൻ്റെ ഓരോ ശാസ്ത്രീയമായിട്ടുള്ള പല കാര്യങ്ങളും ചോദിച്ചു. അപ്പം ആ ചോദ്യങ്ങളിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായത് പിതാവ് അത്രമാത്രം കൃഷിയെ സ്നേഹിക്കുന്നു, അത് മാത്രമല്ല കർഷകരെ സ്നേഹിക്കുന്നു, എങ്ങനെ കാർഷിക ഉൽപ്പന്നങ്ങൾ വളരെ നല്ല രീതിയിൽ മറ്റ് കർഷകർക്കും കൂടെ, നമ്മുടെ കേരളത്തിലെ സാധാരണക്കാർ ഒരുപാട് കർഷകരുണ്ട്, അവരെ പിടിച്ചു നിർത്തുവാൻ എങ്ങനെ നമുക്കിത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാം എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായി. അപ്പോൾ അത് ആ ചോദ്യം ഒരു വലിയൊരു ചോദ്യമാണ്. കാരണം ഒരുപാട് കർഷകരിൽ നിന്ന് ബുദ്ധിമുട്ടുന്നത് വില കിട്ടുന്നില്ല, ഒരു അർഹമായ വില ലഭിക്കാത്തത് കൊണ്ടാണ് പല കർഷകരും ഈ മേഖല വിട്ടുപോകുന്നത്. അപ്പോൾ പിതാവിൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ഈ കർഷകർക്ക് ഒരു മാന്യമായ വില, നല്ലൊരു വരുമാനം കൃഷിയിൽ നിന്ന് നേടിയെടുക്കുക എന്നുള്ളത്. അപ്പം പിതാവ് അതിന് വേണ്ടിയിട്ട് എല്ലാവിധ സഹായങ്ങളും എന്ത് സഹകരിക്കാൻ പിതാവ് താല്പര്യമാണെന്ന് പറഞ്ഞു. പക്ഷെ അതിനുള്ള ഒരു വഴിയാണ് പിതാവ് തേടുന്നത്. അത്രയും വലിയൊരു മനസ്സാ പിതാവിനുണ്ട്. അപ്പം നമ്മുടെ സർക്കാരിൻ്റെ സംവിധാനങ്ങൾ മറ്റെല്ലാം യോജിച്ച് നമുക്ക് മുന്നോട്ട് പോയാൽ കൂടുതൽ ചെറുപ്പക്കാരെ നമുക്ക് ഈ മേഖലയിലേക്ക് കൊണ്ടുവരാനും ഒരുപാട് കാടും ഒക്കെ പിടിച്ചു കിടക്കുന്ന വസ്തുവകൾ നല്ല ഒരു കൃഷിയിലേക്ക് കൊണ്ടുവന്ന് വളരെ മനോഹരമായ രീതിയിൽ നല്ലൊരു വരുമാനമാക്കി തീർക്കാൻ പറ്റും. നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല, മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളൂ കേട്ടോ. നമുക്ക് ചായ ഒന്ന് കുടിച്ച് നോക്കാം. സൂപ്പർ. ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുകുളം കുഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ്. പ്രമുഖ ബ്രാൻഡായ വിക്കോയാട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.